റീച്ച് പ്രതീക്ഷിച്ചിട്ടല്ല, റീച്ച് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് തരാം. ബിക്കോസ് ഓഫ് ഈ വീഡിയോ കുറച്ച് മേ ബി ലെങ്തി ആയിരിക്കാം. ആൻഡ് റീച്ചോ വ്യൂസോ അല്ല. ഐ വാണ്ട് ടു സേ സംതിങ് ലൈക്ക് അബൌട്ട് ദ ടോപ്പിക്. ഇൻഫ്ലുവൻസർ പൊതുവെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറേ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, പല ആംഗിളിൽ നിന്നും പല സൈഡിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു വേർഡ്, ഒരു പേര്, ഒരു തസ്തിക, ഒരു ലെവൽ ഓഫ് സാധനമാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ആൻഡ് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാനും കേൾക്കുന്നുണ്ട്. ലൈക്ക് ഐ എം നോട്ട് ലൈക്ക് ഞാനത് ഷോ ഓഫ് ചെയ്യല്ല. റീസെൻ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ട് കുറച്ച് റീച്ച് കിട്ടിയപ്പോൾ കുറേ ആളുകൾ ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫണ്ണി വേ ഓൾസോ ലൈക്ക് ഇതിനൊരു പാർട്ടുണ്ട്, ഇതിൻ്റെ ഫണ്ണി സൈഡ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആയില്ല, ഇനി നമ്മളൊന്നും കണ്ടാൽ മെയിൻ ചെയ്യൂലല്ലോ, ഇൻഫ്ലുവൻസർ ആയിട്ട് ജാടയണോ, ലൈക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളല്ല. അതൊരു ഫണ്ണി സൈഡ്, ഓക്കെ, അതൊരു സൈഡ് മാറ്റി വെക്കാം. ആൻഡ് വേറൊരു സൈഡ്, ആൻഡ് ആക്ച്വലി ഹൂ ഈസ് ഇൻഫ്ലുവൻസർ? ആരാണ് ഇൻഫ്ലുവൻസർ? എന്താണ് ഇൻഫ്ലുവൻസർ? ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കുറേ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട്. ഫസ്റ്റ് ഞാൻ പറയാം, എൻ്റെ ഒരു ആംഗിൾ ഞാൻ പറയാം, എൻ്റെ ഒരു പേഴ്സണൽ ലൈക്ക് എൻ്റെ ഒരു POV ആണ് ഞാൻ പറയുന്നത്. ഞാനാണ് കോടതി അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് റൈറ്റ് എന്നുള്ളതൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം, ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ യെസ്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ് യൂഷ്വലി അതല്ലാതെ ഇപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ എന്താണ് ആക്ച്വലി എന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആൻഡ് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ആരാണ് ഇൻഫ്ലുവൻസർ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പറ്റുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ടിക്ടോക്ക്, ലൈക്ക് ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതിലൊക്കെ വീഡിയോസ് ഇടുന്ന കുറേ ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്ന ആളുകളുണ്ട്. പലതരത്തിൽ കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഷോർട്ട് ഫിലിം ഒക്കെ പോലെ സെറ്റപ്പ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ഒരു ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പല രീതിയിൽ, നിങ്ങൾക്കറിയാം, പല ആംഗിളിൽ പല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ദേ ഓൾ ആർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അവർ. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ലൈക്ക് അതാണ് അതിന് പറയേണ്ട ബേസിക്, അല്ലെങ്കിൽ അവർക്ക് പറയപ്പെടുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ദേ ആർ നോട്ട് ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ കാണിക്കുന്നതോ അവർ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളിൽ ഇൻഫ്ലുവൻസ് ആകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആകുന്ന കാര്യങ്ങളാണ് അത് ചെയ്യുന്ന ആളാണ്. ആ ഇൻഫ്ലുവൻസ് ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇൻഫ്ലുവൻസർ. ഓക്കെ, അത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും, ബട്ട് ഇൻ ദ ഗുഡ് വേ, ബെറ്റർ വി ക്യാൻ സേ ദ പേഴ്സൺ ലൈക്ക് ആരാണ് കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്തത്, നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇതിനും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. ലൈക്ക് അമ്മയെ തല്ലിയാലും രണ്ട് ഒപ്പീനിയൻ പറയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ രണ്ട് ആംഗിൾ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ, ഇപ്പം ഞാൻ കാണുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ